ഒരിക്കലൊരു സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൽ ആ സഹോദരി കണ്ടത് 3 സഹോദരിമാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. 3 സഹോദരിമാരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത പ്രാർത്ഥിക്കുന്ന സഹോദരിമാർക്കുണ്ടായി. ഒന്നാമത്തെ സഹോദരിയുടെ അടുത്ത് കർത്താവ് വന്ന് അവളെ തൊട്ടു. കർത്താവ് മടങ്ങിപ്പോയി. പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ സഹോദരിയുടെ അടുത്ത് കർത്താവ് വന്ന് അവളോട് എന്തോ ചെവിയിൽ പറഞ്ഞ് കർത്താവ് മടങ്ങിപ്പോയി. മൂന്നാമത്തെ സഹോദരിയുടെ അടുത്ത് വന്ന് കർത്താവ് സംസാരിച്ചില്ല, തൊട്ടില്ല. അവളുടെ അടുത്ത് നിന്ന് കർത്താവ് മടങ്ങിപ്പോയി. ഈ ദർശനം കാണുന്ന സഹോദരി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഈ കാണുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉടനെ കർത്താവ് അവൾക്ക് കൊടുത്തൊരു മറുപടി ഇതാണ്: നീ കണ്ടതിൽ പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ സഹോദരിയില്ലേ, അവ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുമായി എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിരിക്കുന്നതാണ്. അവൾക്ക് ആവശ്യം എൻ്റെ കരത്തിൻ്റെ ഒരു സ്പർശനമായിരുന്നു. രണ്ടാമത്തെ സഹോദരി ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളുടെ മുമ്പിൽ ഒരു വിടുതലിന് വേണ്ടി എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയതാണ്. അവൾക്ക് ആവശ്യം എൻ്റെ ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിച്ചത്. മൂന്നാമത്തെ സഹോദരി, അവൾ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ മുമ്പിൽ വന്നതാണ്. അവൾക്ക് ആവശ്യം എൻ്റെ കരത്തിൻ്റെ സ്പർശനത്തെക്കാൾ, ഞാൻ അവളോട് സംസാരിക്കുന്നതിനേക്കാൾ അവൾക്ക് ആ സമയത്ത് വേണ്ടത് എൻ്റെ സാന്നിധ്യമായിരുന്നു. ഇന്ന് രാവിലെ ആരാധനയിലേക്ക് വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യേശു കർത്താവിൻ്റെ സാന്നിധ്യം, യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ പറയാം, ഒന്നെങ്കിൽ കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ അവന്റെ കരത്തിന്റെ ഒരു സ്പർശനം നിനക്കുണ്ടാകും, അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം നിനക്കുണ്ടാകും. ഈ രാവിലെ ഇതിലേതാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവിനോട് പറ, കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കാതെ, അങ്ങ് എന്നോട് സംസാരിക്കാതെ ഇന്ന് എന്നെ മടക്കി അയക്കരുതേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? യേശുവേ, അങ്ങയുടെ കരത്തിന്റെ ഒരു സ്പർശനം ആവശ്യമാണ്. അങ്ങ് എന്നെ തൊടാതെ, അങ്ങ് എന്നെ തൊടാതെ, അങ്ങ് എന്നെ തൊടാതെ എന്നെ മടക്കി അയക്കരുതേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇതൊന്നുമല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം മറ്റുള്ള എല്ലാത്തിനേക്കാൾ വലുത് യേശു കർത്താവിന്റെ സാന്നിധ്യമാണ്. ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, യേശുവേ, അങ്ങ് എന്നെ തൊട്ടില്ലെങ്കിലും, അങ്ങ് എന്നോട് ഇത് സംസാരിച്ചില്ലെങ്കിലും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ. അവന്റെ സാന്നിധ്യം നിനക്ക് ബലം തരുന്നതാണ്. അവന്റെ സാന്നിധ്യം നിനക്ക് അഭിഷേകത്തിന്റെ ഒരു പുതുക്കം നൽകുന്നതാണ്. അവന്റെ സാന്നിധ്യം നിന്നെ ആൾ മാറിയവനെ പോലെ തീർക്കുന്നതാണ്. അവന്റെ സാന്നിധ്യത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതാണ്. അവന്റെ സാന്നിധ്യം ഒരു പുത്തൻ ഉണർവ് നിനക്ക് തരുന്നതാണ്. അതുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ, ഈ ആരാധന അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ. ഹല്ലേലൂയ. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 40-41. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ വേഗത്തിൽ. കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. മതി മതി മതി. വായിച്ച ദൈവജന ഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങളാണ്. നമുക്കേറെ പരിചിതമായ ഒരു വാക്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകളിലെ അതിപ്രാധാന്യതയുള്ള പ്രാർത്ഥനയാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. യെരൂശലേമിൽ നിന്നും ഒരു 2 കിലോമീറ്റർ അകലെയായിട്ടുള്ള
ഗെരസമന. യേശു പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഗെരസമനയിൽ ചെല്ലുക പതിവായിരുന്നു. ലൂക്കോസ് സുവിശേഷകൻ ഈ ഭാഗം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കേണ്ടതിന്. അപ്പോൾ ഗെരസമനയിലെ പ്രാർത്ഥന യേശുവിൻ്റെ ഒരു പതിവായിരുന്നു, പതിവ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത, യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ തീരുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതൊരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് ലോകത്തിലേക്ക് വന്നുവോ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. ആ സമയത്ത് തനിക്ക് വരുവാൻ പോകുന്ന വലിയ ക്രൂശു മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, ആ ഭയാനകമായ കഷ്ടതയെ മുമ്പിൽ കണ്ടുകൊണ്ട് യേശു 3 ശിഷ്യന്മാരുമായി ഗെരസമനയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. നമുക്കറിയാം, അതിൽ പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്. സാധാരണ കർത്താവിൻ്റെ പല പ്രാർത്ഥനകളിലും ഈ 3 പേരെ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. താബോർ മലയിലെ പ്രാർത്ഥനയിൽ ഈ 3 പേരുണ്ടായിരുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ വേണ്ടി പുരുഷാരത്തെ പുറത്തേക്ക് വിട്ട് അകത്ത് കയറി വാതിലടച്ച കൂട്ടത്തിൽ ഈ 3 പേര് കർത്താവിനോടൊപ്പമുണ്ടായിരുന്നു. ഗെരസമനയിലെ അതിസങ്കീർണമായ പ്രാർത്ഥനയിൽ ഈ 3 പേര് കർത്താവിനോട് കൂടിയുണ്ട്. ഈ 3 പേരെ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനിരുത്തി. ഒരു കല്ലേറകലെ നമ്മുടെ കർത്താവ് മാറി യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. യേശു ശിഷ്യന്മാരോടായി പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ 3 പേരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ യേശു നോക്കുമ്പോൾ ഉറങ്ങുകയാണ്. യേശു അവരെ തട്ടി എഴുന്നേൽപ്പിച്ചു പിന്നെയും പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം മുഴുലോകത്തിൻ്റെയും പാപത്തിന്റെ ഭാരം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശു മരണമെന്ന അതിസങ്കീർണമായ കാര്യത്തിലേക്ക് നമ്മുടെ കർത്താവ് പ്രവേശിക്കുന്നതിന് മുൻപായി ആ കഷ്ടതയുടെ മധ്യത്താൻ ബലം ലഭിക്കേണ്ടതിന് വേണ്ടി യേശു പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ശിഷ്യന്മാർ പിന്നെയും ഇരുന്ന് ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പിന്നെയും ഉറങ്ങുന്ന ശിഷ്യന്മാരുടെ അകത്തേക്ക് മടങ്ങി വന്ന് അവരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നോക്കൂ, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, പത്രോസുണ്ട്. എന്നാൽ ഈ 3 പേരും സമാനമായ തെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ യേശു ഈ 3 പേരിൽ ഒരാളുടെ പേര് മാത്രം വിളിക്കുന്നു. അത് പത്രോസിന്റെ പേരാണ്. നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് പത്രോസിന്റെ പേര് മാത്രം കർത്താവ് പറഞ്ഞത്? അന്ത്രയോസിന്റെ പേര് പറഞ്ഞില്ലല്ലോ, യാക്കോബിന്റെ പേര് പറഞ്ഞില്ലല്ലോ, യോഹന്നാന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാ പത്രോസിനെ മാത്രം വിളിച്ചു ചോദിച്ചത്? നിനക്ക് എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. 3 പേര് ഒരേ കൃത്യത്തിൽ ഏർപ്പെടുമ്പോൾ, തുല്യ സമാനതകളുള്ള തെറ്റ് 3 പേർ ചെയ്യുമ്പോൾ, അതിൽ ഒരാളെ മാത്രം പേര് വിളിച്ച് ശാസിക്കുമ്പോൾ അതിലെന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാ കർത്താവ് പത്രോസിന്റെ പേരെടുത്ത് പറഞ്ഞ് എന്നോടുകൂടി ഒരു നാഴിക നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ കാരണങ്ങൾ പലതാണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യങ്ങൾ വായിക്കണം, ഞാൻ പറഞ്ഞു വിടാം. 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് താൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ നിർമ്മിത കഥകളെ കേട്ടവരല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളത്രേ.
ഞങ്ങൾ നിർമ്മിത കഥകളെ കേട്ടവരല്ല, ഞങ്ങൾ മുത്തച്ഛിക്കഥകൾ കേട്ടവരല്ല, ഞങ്ങൾ കിഴവിക്കഥ കേട്ടിറങ്ങിയവരല്ല. ഞങ്ങൾ യേശുവിന്റെ മഹിമ കണ്ടവരാണ്. യേശുവിന്റെ മഹിമ കണ്ടവരാണ്. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ ജീവിതത്തിൽ നീ അവന്റെ മഹിമ കണ്ടാണോ ഇറങ്ങി തിരിച്ചത്? പള്ളി വിട്ടത്, പാരമ്പര്യം വിട്ടത്, മധുവഹകൾ വിട്ടത്, പാരമ്പര്യത്തിന്റെ കോട്ട മതിലുകൾ വിട്ട് പെന്തിക്കോസിന്റെ സത്യത്തിന് വേണ്ടി ഇറങ്ങിയത് നാം യേശുവിന്റെ മഹിമ കണ്ടത് കൊണ്ടാണ്. അബദ്ധജടിലമായ ആരാധനകൾ വിട്ടത്, അന്ധവിശ്വാസങ്ങളോട് വിട പറഞ്ഞത്, ജാതി ആരാധന വെടിഞ്ഞ് പെന്തിക്കോസിന് സത്യത്തിന് വേണ്ടി ഇറങ്ങിയത് യേശുവിന്റെ മഹിമ കണ്ടത് കൊണ്ടാണ്. പത്രോസ് യേശുവിന്റെ മഹിമ കണ്ടവനാണ്. ഇന്ന് രാവിലെ ഞാൻ പറയാം, ഒരിക്കലെങ്കിലും അവന്റെ മഹിമ കണ്ടവര് ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഉറങ്ങാൻ പാടില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ ആരാധന വന്ന ഓരോ വ്യക്തികളോടും ദൂത് പറയുകയാണ്. നീ അവന്റെ മഹിമ കണ്ടിറങ്ങിയവളാണെങ്കിൽ, നീ അവന്റെ മഹിമ കണ്ടിറങ്ങിയവനാണെങ്കിൽ ആത്മീക ജീവിതത്തിൽ ഉറങ്ങിപ്പോകരുത്. ആത്മീക ജീവിതത്തിൽ ഉറങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാ പറയുന്നു, ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമായി. ഹല്ലേലൂയ. സ്തേഫാനോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗ സ്റ്റേജിൽ വെച്ച് യഹൂദ പരീക്ഷകൾ കല്ലെറിഞ്ഞു കൊന്നു. പൗലോസിനെ റോമൻ കൈസറിന്റെ ഈർച്ചവാളുകൾ കൊണ്ട് കഴുത്തറുത്തു കൊന്നു. യാക്കോബിനെ ഹെരോദാവ് കഴുത്ത് വെട്ടിക്കളഞ്ഞു, കഴുത്തറുത്തു കൊന്നു. ശ്രാപക യോഹന്നാനെ ഹെരോദാവ് തലയൊരു താലത്തിലാക്കി, താലത്തിൽ മാറ്റപ്പെട്ട തലയിൽ നിന്നും നാവ് വലിച്ചു പറിച്ചെടുത്തൊരു കമ്പിയിൽ കോർത്തിട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു ഭക്തന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്തിപ്പാസ് എന്ന് പറയുന്നൊരു ഭക്തൻ, അന്തിപ്പാസ് എന്ന് പറയുന്ന വിശുദ്ധനെ താമ്രക്കാളയുടെ അകത്തിട്ട് ആ താമ്രക്കാളയുടെ അടിയിൽ തീ കത്തിച്ചു ചുട്ടുപഴുത്ത താമ്രക്കാളയുടെ വായിലൂടെ വയറ്റിലേക്കിട്ടു. മണിക്കൂറുകൾ കൊണ്ട് ഭക്തനായ മനുഷ്യൻ വറുത്തു വറുത്തു കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഓരോ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ധീരമായ രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട്. എന്തുകൊണ്ട് അവർ പിന്മാറാതിരുന്നത്? എന്തുകൊണ്ട് അവർ പിന്മാറാതിരുന്നത്? എന്തുകൊണ്ട് അവർ തള്ളിപ്പറയാതിരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ യേശുവിന്റെ മഹിമ കണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോളികാർപ്പ് എന്ന് പറയുന്ന ഭക്തൻ 86 വയസ്സുണ്ടായിരുന്ന ആ മനുഷ്യനെ തിളപ്പിച്ച് എണ്ണയിൽ പിടിച്ചിട്ടു. തിളപ്പിച്ച് എണ്ണയിൽ അദ്ദേഹം വെന്ത് മരിക്കാതിരുന്നത് കൊണ്ട് അടുക്കിയ വിറകിന്റെ നടുവിലെ ഇരുമ്പ് കുറ്റിയിൽ പോളികാർപ്പിനെ ചക്രവർത്തിയുടെ പടയാളികൾ ചേർത്ത് കെട്ടി ചുറ്റും വിറകടുക്കി തീ കത്തിച്ചു. ആളിക്കത്തുന്ന തീയുടെ ഉള്ളിൽ സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. രാജാവ് നോക്കിയപ്പോൾ അന്തിപ്പാസ് ഈ പോളികാർപ്പ് മരിച്ചില്ല. സ്തോത്രം. പോളികാർപ്പ് മരിക്കാതെ വന്നപ്പോൾ പടയാളികളോട് പറഞ്ഞു, ഒരു നീളമുള്ള കുന്തമെടുത്ത മനുഷ്യന്റെ നെഞ്ചിനിറ്റ് കുത്തിക്കയറ്റു. നിങ്ങൾക്കറിയാം, ആ ചരിത്രം പറയുന്നത് ആളിക്കത്തുന്ന തീയുള്ളപ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന പോളികാർപ്പിനെ ഒരു പടയാളി വന്ന് നീളമുള്ള കുന്തം കൊണ്ട് നെഞ്ചിനിട്ട് കുത്തിയിറക്കിയപ്പോൾ ആ ഭക്തന്റെ നെഞ്ചിൽ നിന്നും പുറത്തേക്ക് ചിന്നി ചിതറിയ ചോര ആ തീജ്വാലയെ കെടുത്തിക്കളഞ്ഞു. രാവിലെ ഞാൻ പറഞ്ഞു വരുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഓരോ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി മഹിമ കണ്ട് നിന്നവരുണ്ട്. മഹിമ കണ്ട സാക്ഷിക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ പ്രിയമുള്ളവരെ, ആത്മീക ജീവിതത്തിന് വെല്ലുവിളികൾ വരട്ടെ, എന്നാൽ ഒരിക്കൽ നീ അവന്റെ മഹിമ കണ്ടെങ്കിൽ ജീവിതത്തിന്റെ വെല്ലുവിളിയുടെ മടിയിൽ അല്പനേരം കരങ്ങൾ തട്ടി
കർത്താവിന് ആരാധന അർപ്പിക്കാം. നീ ഒരിക്കൽ അവന്റെ മഹിമ കണ്ടെങ്കിൽ, നീ ഒരിക്കൽ അവന്റെ മഹിമ കണ്ടെങ്കിൽ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ജീവിതത്തിന്റെ വെല്ലുവിളിയുടെ നടുവിൽ നീ പുറകോട്ട് പോകരുത്, നീ പുറകോട്ട് പോകരുത്, നീ പുറകോട്ട് പോകരുത്. കാരണം യേശുവിന്റെ മഹിമ നാം കണ്ടതാണ്. മാക്സിമസ് എന്ന റോമൻ ചക്രവർത്തി നാട് ഭരിക്കുമ്പോൾ 3 ചെറുപ്പക്കാരായ ധീരന്മാരായ വിശ്വാസികൾ വിഗ്രഹങ്ങൾക്ക് നേർച്ചയിട്ടില്ല എന്ന പേരിൽ കത്തിജ്വലിക്കുന്ന തീക്കനലുകൾ ആ 3 ഭക്തന്മാരുടെ തുറന്നു പിടിച്ച കയ്യിലേക്ക് ചക്രവർത്തിയുടെ പടയാളികൾ ഇട്ടു. നിങ്ങൾ കേൾക്കണമോ? ഒരു സെക്കൻഡ് ആ കൈ 3 പേരും തിരിച്ചു വലിക്കാതെ ആ കത്തിജ്വലിച്ച തീക്കനൽ ഉള്ളം കയ്യിലിരുന്ന് ആ 3 പേരുടെയും ഈ 2 കൈപ്പത്തികളിലെ മാംസഭാഗങ്ങൾ ഉരുകി ഉരുകി താഴേക്ക് വീണു. ഉരുകി താഴേക്ക് വീഴുമ്പോഴും ഒരു വാക്ക് കൊണ്ടുപോലും കർത്താവിനെ തള്ളിപ്പറയാതെ ആ ഭക്തന്മാർ പിടിച്ചു നിന്നത് അവർ യേശുവിന്റെ മഹിമ കണ്ടതുകൊണ്ടാണ്. യേശുവിന്റെ മഹിമ കണ്ടതുകൊണ്ടാണ്. ജോൺ ഹസ് എന്ന മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോൺ ഹസ് ഒരു കാലഘട്ടത്തിൽ നവീകരണത്തിന് വേണ്ടി മുമ്പിൽ നിന്ന മനുഷ്യൻ. അദ്ദേഹത്തെ സുവിശേഷ വിരോധികൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് പൈശാചിക കോലം കെട്ടിച്ച് തെരുവിലൂടെ ആ മനുഷ്യനെ നടത്തി. എന്നിട്ടും ദേഷ്യം തീരാതെ ആ മനുഷ്യൻ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിട്ട് ഇരുട്ടുമുറിയിൽ ആ മനുഷ്യനെ തല കീഴായി കെട്ടിത്തൂക്കി അടിയിൽ പച്ച വൈക്കോല് നിരത്തി വൈക്കോലിന് തീ കൊടുത്തു. സ്വാഭാവികമായി നമുക്കറിയാം, പച്ച വൈക്കോലിന് തീ കൊടുത്താൽ അത് കത്തുകയില്ല, നിന്ന് പുകയുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ, ദീർഘമായ മണിക്കൂറുകൾ ആ എയർ ടൈറ്റ് ആയിരിക്കുന്ന മുറിയിൽ ആ ഭക്തനെ തലകീഴായി കെട്ടിത്തൂക്കി പച്ച വൈക്കോലിന് തീ കൊടുത്ത് ആ മുറി മുഴുവനും പുക കൊണ്ട് നിറഞ്ഞു. ശ്വാസം മുട്ടി ആ മനുഷ്യന് ശ്വാസോച്ഛ്വാസം എടുക്കാതെ മണിക്കൂറുകൾ കഴിയേണ്ടി വന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഭക്തന്മാർ എല്ലാവരുടെ വിശ്വാസ യാത്രയിൽ യേശുവിന്റെ മഹിമ കണ്ട് ഇറങ്ങിയവര് പ്രതികൂലം കണ്ട് പുറകോട്ട് പോയവരല്ല. പ്രശ്നങ്ങളെ കണ്ടവർ പകച്ചു നിന്നവരല്ല. അവർ രക്തസാക്ഷികളായി തീരേണ്ടി വന്നപ്പോഴും യേശുവിനെ പ്രതി വിശ്വാസത്തിന്റെ ബലിപീഠത്തിൽ അവരുടെ ജീവനും അവരുടെ ആരോഗ്യം അവരുടെ ജീവനും അവർ ബലി കഴിച്ചവരാണ് വിശ്വാസവീരന്മാർ. 13.5 കോടിയിലധികം വരുന്ന ഭക്തന്മാരുടെ ചോര അണിയുന്ന ചരിത്രം സഭാചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 13.5 കോടിയിലധികം വരുന്ന ഭക്തന്മാരുടെ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ചരിത്രങ്ങൾ. ചക്രവർത്തിമാരുടെ ജന്മദിവസങ്ങളിൽ നിശാവിളക്കുകളായി ഭക്തന്മാരുടെ ചുറ്റും മെഴുകുതിരി ശീലകൾ ചുറ്റി രാത്രി വിളക്കുകളായിട്ട് അവരെ തീർത്തും. ചക്രവർത്തിമാർ രഥത്തിന് പിന്നിൽ കെട്ടിയിട്ട് അതിവേഗത്തിൽ കുതിരയെ ഓടിച്ച് മൈലുകളോളം അവരെ റോഡിലൂടെ അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും തേഞ്ഞു തീർന്ന് റോഡുമായി തേഞ്ഞ് ഉരസി ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ചേഞ്ച് തീർന്നു. ജടയാളുകളുടെയും കോലാടുകളെയും തോല് ധരിച്ചുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുന്നുണ്ട്. പച്ചയാടിന്റെ തോലെടുത്ത് ഭക്തന്മാരെ തോലിൽ പൊതിഞ്ഞ് വെയിലത്തിടുമ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ തോല് ചുരുങ്ങി തുടങ്ങും. തോല് ചുരുങ്ങി തുടങ്ങുമ്പോൾ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും പൊടുപൊടപ്പൊട്ടും അതികഠിനമായ വേദന സഹിച്ചു മരിക്കേണ്ടി വന്ന അനേകായിരം ഭക്തന്മാരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാകുന്നുണ്ടോ? അവന്റെ മഹിമ കണ്ടവന് പുറകോട്ട് പോകാൻ കഴിയില്ല.
പത്രോസിനെ കുറിച്ച് താൻ തന്നെ പറയുന്നു, ഞങ്ങൾ കെട്ടുകഥ കേട്ടവരല്ല, ഞങ്ങൾ യേശുവിന്റെ മഹിമ കണ്ടവരാണ്. ഇന്ന് രാവിലെ നീ അവന്റെ മഹിമ കണ്ടാണോ ഇറങ്ങിയത്? നീ അവന്റെ മഹിമ കണ്ടാണോ ഇറങ്ങിയത്? അങ്ങനെയെങ്കിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന ശത്രുവിന്റെ പോരിന്റെ ശക്തികളുണ്ട്, നിന്നെ വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ പോരിന്റെ ശക്തികളുണ്ട്. ആത്മാവിന്റെ ശക്തിയിൽ അതിനെ അതിജീവിച്ച് കരുത്തോടെ മുൻപോട്ട് പോകുക, അഭിഷേകത്തോടെ മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. പത്രോസ് യേശുവിന്റെ മഹിമ കണ്ടവനാണ്, മഹിമ കണ്ടവനാണ്. ഫിലിപ്പിന്റെ കൈസറിയിൽ യേശു ശിഷ്യന്മാരുമായി നടന്നു പോകുമ്പോൾ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ചിലർ പറയുന്നു നീ ഏലിയാവാണെന്ന്, ചിലർ പറഞ്ഞു നീ ഇരമ്യ പ്രവാചകനാണെന്ന്, ചിലർ പറയുന്നു നീ മറ്റേതോ പ്രവാചകനാണെന്ന്. യേശു തിരിഞ്ഞെന്ന് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, പത്രോസേ, ശീമോൻ പത്രോസേ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മറ്റുള്ളവർക്കില്ലാത്ത ഒരു വെളിപ്പാട്, മറ്റുള്ളവർക്കില്ലാത്തൊരു ദർശനം പത്രോസിനുണ്ടായിരുന്നു. പത്രോസേ, യാക്കോബ് ഉറങ്ങിയാലും യോഹന്നാൻ ഉറങ്ങിയാലും നീ ഉറങ്ങാൻ പാടില്ല, നീ ഉറങ്ങാൻ പാടില്ല. കാരണം അവർക്കില്ലാത്ത ഒരു വെളിപ്പാട് നിനക്കുണ്ട്, അവർക്കില്ലാത്ത ഒരു ദർശനം നിനക്കുണ്ട്. ഇന്ന് രാവിലെ നിനക്കുറപ്പുണ്ടോ മറ്റുള്ളവർക്കില്ലാത്ത ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടെന്ന്, മറ്റുള്ളവർക്കില്ലാത്ത ഒരു വെളിപ്പാട് നിനക്കുണ്ടെന്ന്, മറ്റുള്ളവർക്കില്ലാത്ത ഒരു ദർശനം എനിക്കുണ്ടെന്ന് നിനക്കുറപ്പുണ്ടോ? ഹല്ലേലൂയ. പത്രോസും ശിഷ്യന്മാരും കൂടെ പടകിൽ വല വീശുമ്പോൾ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പടക് കരക്കടുപ്പിച്ച് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്തു വന്നു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല കർത്താവേ. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു. യേശു പറഞ്ഞു, ഈ കരയിൽ നിന്ന് പടക് അല്പം മാറ്റുക, ആഴത്തിലേക്ക് വല വീശുക. നമുക്കറിയാം, കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ പടക് നിറയെ വല കീറുവാൻ തക്കവണ്ണം പെരുത്ത മീൻകൂട്ടം. രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ആ ശൂന്യമായ പത്രോസിന്റെ പടകിനെ നിറച്ചത് കർത്താവായിരുന്നു. ഈ രാവിലെ ദൈവത്തിന്റെ പൈതലേ, ഇന്നലകളിൽ നിന്റെ ശൂന്യത മാറ്റിയത്, നിന്റെ ശൂന്യത മാറ്റിയത് കർത്താവല്ലേ? ഇന്നലകളിൽ നിന്റെ ശൂന്യത മാറ്റിയത്, നിന്റെ ഒന്നുമില്ലായ്മ മാറ്റിയത്, നിന്റെ സാമ്പത്തിക ഞെരുക്കം മാറ്റിയത്, നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച നൽകിയത് കർത്താവല്ലേ? പത്രോസേ, യോഹന്നാൻ ഉറങ്ങിയാലും യാക്കോബ് ഉറങ്ങിയാലും നീ ഉറങ്ങരുതായിരുന്നു. കാരണം ഞാനാണ് നിന്റെ പടകിനെ നിറച്ചത്, ഞാനാണ് നിന്റെ ശൂന്യത മാറ്റിയത്. ഈ ആരാധിക്കുന്ന ദൈവമക്കളോട് വ്യക്തിപരമായി ദൈവാത്മാവി ദൂതൻ ഇടപെടുന്നുണ്ട്. ഇന്നലകളുടെ ശൂന്യത മാറ്റിയത്, സ്തോത്രം, ആഴത്തിലേക്ക് വ്യാപിച്ച ഇരുളിനെ മാറ്റിയത്, ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റിയത് കർത്താവല്ലേ? എത്ര ദൈവമക്കൾ കുറപ്പുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ ശൂന്യത മാറ്റിയത് എൻ്റെ കർത്താവാണ്, എൻ്റെ ഇല്ലായ്മ മാറ്റിയത് എൻ്റെ കർത്താവാണ്. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലായിരിക്കാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു, എന്നാൽ എൻ്റെ യേശു എൻ്റെ ശൂന്യത മാറ്റി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കണം, ഞാൻ പറഞ്ഞു വിടാം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അടുത്ത പദം, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ശീമോൻ പത്രോസിന്റെ കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് വെച്ചാൽ
യാക്കോബിന് കൊടുക്കാത്ത, യോഹന്നാന് കൊടുക്കാത്ത ഒരു താക്കോല് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. യാക്കോബ് ഉറങ്ങിയാലും യോഹന്നാൻ ഉറങ്ങിയാലും നീ ഉറങ്ങാൻ പാടില്ല എന്ന് കർത്താവ് പറയാൻ കാരണം എന്താണ്? അവർക്ക് കൊടുത്തിട്ടില്ലാത്ത ഒരു ആത്മീക അധികാരത്തിന്റെ താക്കോൽ കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലേ, ഒരു ആത്മീക അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ താക്കോൽ നീ ദൈവകൃപ പ്രാപിച്ചവളാണോ? നീ ദൈവകൃപ പ്രാപിച്ചവനാണോ? നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവനാണോ? നിന്റെ മേൽ ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന് പുതുക്കമുണ്ടോ? എങ്കിൽ ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയാം. നിനക്കൊരു ആത്മീക അധികാരത്തിന്റെ താക്കോലുണ്ട്. നിനക്കൊരു ആത്മീക അധികാരത്തിന്റെ താക്കോലുണ്ട്. നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. നീ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം. സ്തോത്രം. ദുഷ്ടപിശാച് നാളുകളായി കെട്ടിയിരിക്കുന്ന ചിലതിനെ ആത്മാവിൽ അഴിച്ചുവിടുവാനുള്ള അധികാരം, ആത്മാവിൽ അഴിച്ചുവിടുവാനുള്ള അധികാരം. നിന്റെ തലമുറകൾക്ക് നേരെ, നന്മകൾക്ക് നേരെ നാളുകളായി പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചില നന്മകൾ ഇന്ന് രാവിലെ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ദൈവസഭയോട് സംസാരിക്കുകയാണ്. കെട്ടപ്പെട്ടുപോയ ചില നന്മകൾ, കെട്ടപ്പെട്ടുപോയ ചില വഴികൾ, അടഞ്ഞു പോയ ചില വഴികൾ, സ്തോത്ര പിശാച് ഇന്നലെ കൊട്ടി അടച്ചു കളഞ്ഞ ചില നന്മയുടെ വഴികൾ ഇന്ന് രാവിലെ ആ കെട്ടപ്പെട്ടതിനെ അഴിക്കാൻ, കെട്ടപ്പെട്ടുപോയ ചില നന്മകളെ ആത്മാവിൽ അഴിക്കാനുള്ള അധികാരം, ആത്മാവിൽ അഴിക്കാനുള്ള അധികാരം. അഭിഷേകമുള്ളവന് അധികാരമുണ്ട്, അഭിഷേകമുള്ളവന് അധികാരമുണ്ട്. നീ ആരാധനയിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, നിന്റെ മേലൊരു പ്രത്യേക അധികാരം ദൈവം തന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? മറ്റുള്ളവർക്കില്ലാത്തൊരു അധികാരം. നീ കൽപ്പിച്ചാൽ ചെങ്കടൽ നിനക്ക് വഴി തരും. നീ കൽപ്പിച്ചാൽ യോർദാൻ നിന്റെ മുമ്പിൽ കീറി മാറും. നീ കൽപ്പിച്ചാൽ നിന്റെ വഴി തടുക്കുന്ന പ്രതിയോഗി വഴിയിൽ നിന്ന് മാറിപ്പോകും. നിന്റെ നന്മയുടെ വഴി തടുക്കുന്ന പ്രതിയോഗി വഴിയിൽ നിന്ന് മാറിപ്പോകും. ആത്മീക അധികാരമുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ ആത്മാവിൽ വിളിച്ചു പറ, നിന്റെ വഴി മുടക്കിയിരിക്കുന്ന, നന്മയുടെ വഴി മുടക്കിയിരിക്കുന്ന, ഉയർച്ചയുടെ വഴി മുടക്കിയിരിക്കുന്ന അല്പനേരം വാ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ശാന്തമായി നമ്മുടെ മധ്യത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വഴി തടഞ്ഞു വെച്ചിരിക്കുന്ന, നന്മയുടെ വഴി കെട്ടിക്കളഞ്ഞിരിക്കുന്ന, നിന്റെ വഴിയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന പ്രതിയോഗിയോട് പറ, വഴിയിൽ നിന്ന് മാറാൻ പറ. ആ പ്രതിയോഗിയോട് വഴിയിൽ നിന്ന് മാറാൻ പറ. ആ പ്രതിയോഗിയോട് വഴിയിൽ നിന്ന് മാറാൻ പറ. നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. കാരണം നീ ആത്മീക അധികാരമുള്ളവനാണ്. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം. പിശാച് കെട്ടിയ ചിലതിനെ അഴിച്ചുവിടാനുള്ള അധികാരം. നീ ഇരിക്കുന്ന കസേരകളിൽ ഇരുന്ന് സ്തോത്രം അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ പൈശാചിക മണ്ഡലത്തിൽ നാളുകളായി നിന്റെ കുടുംബത്തിനെതിരെ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ നീ അറിയാതെ അഴിയുകയാണ്. ചില കെട്ടുകൾ ഈ ആരാധനയിൽ, ചില കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. ചില കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. ചില പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയുകയാണ്. ചില പഴകിയ രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാവിലെ അഴിയുകയാണ്. ചില പഴകിയ രോഗത്തിന്റെ കെട്ടുകൾ, ആ രോഗം എത്ര വലുതാണെങ്കിലും, ആ രോഗം എത്ര സങ്കീർണമാണെങ്കിലും, ചില പഴകിയ രോഗങ്ങൾ അത് വേരോടെ ചില പഴകിയ രോഗങ്ങൾ വേരോടെ പറഞ്ഞു മാറുകയാണ്. കാരണം നീ കൽപ്പിച്ചാൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ അഴിച്ചു വിടാനുള്ള അധികാരം. ഹല്ലേലൂയ.
നാളുകളായി പിശാച് അഴിച്ചു വിട്ട ചിലതിനെ ആത്മാവിൽ കെട്ടാൻ, പിശാച് അഴിച്ചു വിട്ട ചിലതിനെ ആത്മാവിൽ കെട്ടാനുള്ള അധികാരം. ഹല്ലേലൂയ. കർത്തദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചൊരു വാക്യം ഞാൻ വീണ്ടും ഓർപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 10-19 വാക്യം ഇതാണ്: പാമ്പുകളെയും, ഒന്നുറക്കെ പറഞ്ഞ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ 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 ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സമാധാനത്തിന് ദൈവമേ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് ചതച്ചു കളയും. നിന്റെ നന്മയൊക്കെ തടയുന്ന, സ്തോത്രം, ചില നന്മയിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, സ്തോത്രം, ആ ദുഷ്ടപിശാചിനെ നീ കാണുക, നിന്റെ കാലിന്റെ ചുവട്ടിലിട്ട് ദൈവം തകർത്ത് കളയും, ചവിട്ടി മെരിച്ചു കളയും. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിൽ നമുക്കറിയാവുന്നൊരു വാക്യം: സിംഹത്തിന്മേലും അണലിമേൽ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മെതിച്ചു കളയും, നീ മെതിച്ചു കളയും, നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം നിനക്ക് പേടിക്കാനില്ല, നിനക്ക് പേടിക്കാനില്ല. ഉള്ളിൽ അഭിഷേകമുള്ള നിനക്ക് പേടിക്കാനില്ല, നിനക്ക് പേടിക്കാനില്ല. വിഴുക്ക് പേടിക്കാനില്ല, നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ചേർന്ന് ദൈവത്തിന് മഹത്വം നൽകട്ടെ. അത് നിന്നോട് അടുത്തു വരികയില്ല, കാരണം നീ അഭിഷേകമുള്ളവനാണ്. അത് നിന്നോട് അടുത്തു വരികയില്ല, കാരണം നീ അധികാരമുള്ളവനാണ്. അത് നിന്നോട് അടുത്തു വരികയില്ല, കാരണം നീ അധികാരമുള്ളവനാണ്. അത് നിന്നോട് അടുത്തു വരികയില്ല, കാരണം നീ ആത്മീക അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. സംഭവിക്കാനുള്ളത് സകലതും ഒഴിഞ്ഞു പോകേണ്ടതിന്, സകലതും ഒഴിഞ്ഞു പോകേണ്ടതിന്, സകലതും ഒഴിഞ്ഞു പോകേണ്ടതിന്, കുടുംബങ്ങളിൽ സംഭവിക്കാനുള്ളത്, ദേശത്ത് സംഭവിക്കാനുള്ളത്, നിന്റെ തലമുറയിൽ സംഭവിക്കാനുള്ളത്, ചില അനർത്ഥങ്ങൾ വഴിമാറി പോകേണ്ടതിന്, ചില അപകടങ്ങൾ വഴിമാറി പോകേണ്ടതിന്, ചില അനിഷ്ട സംഭവങ്ങൾ വഴി മാറി പോകേണ്ടതിന്, ചില അനിഷ്ട സംഭവങ്ങൾ വഴി മാറി പോകേണ്ടതിന്, ചില അപകടങ്ങൾ വഴി മാറി പോകേണ്ടതിന്, സംഭവിക്കാനുള്ള ചിലത് ഒഴിഞ്ഞു പോകേണ്ടതിന്, ഒഴിഞ്ഞു പോകേണ്ടതിന്. ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പത്രോസ് പറഞ്ഞു ദുഷ്ടപിശാച് വിഴുങ്ങിക്കളയുമെന്ന്. ഉണർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ നന്മകളുടെ ഇടയിൽ ശത്രു കളവിതച്ചു പോകുമെന്ന്. ഉണർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ ആത്മീക ജീവിതത്തിന്റെ ശക്തി ചോർന്നു പോകുമെന്ന്. ശിംശോന് അസാധാരണമായ ദൈവശക്തി ഉണ്ടായിരുന്നു. ദലീലയുടെ മടിയിൽ കിടന്ന് ശക്തി നഷ്ടപ്പെട്ട ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ വന്ന് ആ ക്ഷേത്രത്തിന്റെ തൂണുകൾ പിടിക്കുന്നതിന് മുമ്പ് വരെ അവന് ശക്തിഹീനമായിരുന്നു. സ്തോത്രം. എന്നാൽ അവൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തായിരുന്നു ആ പ്രാർത്ഥന? കർത്താവായ യഹോവേ, കർത്താവായ യഹോവേ, അടിയനെ ഓർക്കണമേ. ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഈ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഒരു പ്രാവശ്യം കൂടി നിന്റെ ശക്തി എനിക്ക് മടക്കി തരണമേ. ആത്മീക ജീവിതത്തിൽ സ്തോത്ര ശക്തി ചോർന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ശക്തി കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇന്നലകളിലെ അഭിഷേകം ഇന്ന് നിനക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നത് ശത്രു വിഴുങ്ങാതിരിക്കാൻ, ശത്രു നിന്റെ കുടുംബത്തിൽ കള വിതയ്ക്കാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിന്റെ ശക്തി ചോർന്നു പോകാതിരിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവം ഭാഗടയ്ക്കാം.
ഹല്ലേലൂയ. ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനോട് പറ, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നിലേക്ക് പകർന്ന ശക്തി, എന്നിലേക്ക് പകർന്ന അഭിഷേകം, സ്തോത്രം, ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കർത്താവേ. ഒരു നിമിഷം എല്ലാവരും ആ തുറന്ന് പ്രാർത്ഥിക്ക്. കർത്താവേ, എൻ്റെ ശക്തി ചോർന്നു പോയിട്ടുണ്ട്, എൻ്റെ അഭിഷേകം ചോർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നെ ഓർക്കണമേ, ഇന്ന് എന്നെ ഓർക്കണമേ. ഒരു പ്രാവശ്യം കൂടി നിന്റെ ശക്തി എനിക്ക് മടക്കി തരണമേ. ഒരു പ്രാവശ്യം കൂടി നിന്റെ ശക്തി എനിക്ക് മടക്കി തരണമേ. മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞ് ഇന്നലകളിൽ ആത്മനിറവിൽ ആരാധിച്ച ദൈവ പൈതലേ, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നിനക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നിനക്ക് അന്യഭാഷ പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറ, ഒരു പ്രാവശ്യം കൂടി. ഹല്ലേലൂയ. ശിംശോന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അസാധാരണമായ ദൈവശക്തി അവന്റെ മേൽ പകർന്നു. ഇന്നലകളിൽ ദൈവം നമുക്ക് നൽകിയ ആത്മാവിന്റെ അസാധാരണമായ ദൈവശക്തി നമ്മുടെ മേൽ പകർന്ന് വിശ്വാസ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തോടെ, പുത്തൻ കരുത്തോടെ നിൽക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകും. ഞാൻ ഈ സന്ദേശയുടെ ഉപസംഹരിക്കുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. കാരണം നാം മഹിമ കണ്ടവരാണ്. കാരണം നമ്മുടെ വെളിപ്പാട് വ്യത്യസ്തമാണ്. കാരണം ദൈവമാണ് നമ്മുടെ ശൂന്യതകളെ നിറച്ചത്. നാം ആത്മീക അധികാരമുള്ളവരാണ്. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൽ ഉറങ്ങരുത്, ഉണർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ അരുമനാഥന്റെ മടങ്ങി വരവ് സമാഗതമായി. അവൻ അടുക്കൽ വാതിൽക്കലെത്തിയിരിക്കുന്നു. പ്രത്യാശയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കാം. ആത്മമണവാളന്റെ വരവിനായി നമുക്കൊരുങ്ങാമെന്ന ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസഭ ഞങ്ങളെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും പിന്നെയും പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ള ഉറപ്പോടുകൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.